ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിയ വീട് പണിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എപ്പോഴാണ് നമ്മൾ ക്യാമറ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് കേബിൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് കേബിൾ വലിക്കണം, ഇനി അതേപോലെ തന്നെ എങ്ങനെയാണ് കേബിളിങ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ ടെക്നിക്കൽ വീഡിയോസ് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അതേപോലെ തന്നെ നമ്മൾ ക്യാമറ ഇൻസ്റ്റലേഷൻ കേരളത്തിലുടനീളം ചെയ്യുന്ന ഒരു കമ്പനി കൂടെയാണ് കേട്ടോ. നെക്സ സിസ്റ്റം എന്നുള്ള സ്ഥാപനത്തിൻ്റെ പേര് നെക്സ സിസ്റ്റം, എറണാകുളം വൈറ്റിലയിലാണ് ഓഫീസ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുകയും ചെയ്യുക, ഞാൻ മറുപടി തരാം. ഓക്കെ, എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഓഫീസ് നമ്പറാണ്. നിങ്ങൾക്ക് അതിലേക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഇട്ടാൽ മതി. അപ്പോൾ കൂടുതൽ ഡൗട്ടൊക്കെ നമുക്ക് അതിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെയും സംശയത്തിലേക്ക് നമുക്ക് വരാം. എപ്പോഴാണ് നമുക്ക് ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കേബിൾ വലിക്കേണ്ടത്? പല ആൾക്കാരും ചോദിക്കുന്നതാണ്. പല ആൾക്കാരും പ്ലാനൊക്കെ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് പറയും എവിടെയൊക്കെയാണ് ക്യാമറ വേണ്ടത് എന്നൊന്ന് നോക്കിയിട്ട് പറയും. അപ്പം ഞാൻ അവരോട് പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് അതിലൂടെ ഒരു 50% മാത്രമാണ് ഇങ്ങനെ ഒരു പ്ലാൻ നോക്കിക്കൊണ്ട്, ഒരു വീടിൻ്റെ പ്ലാൻ നോക്കിക്കൊണ്ട് നമുക്ക് ക്യാമറ എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ. എക്സാക്റ്റ് പോയിന്റ് ഒരിക്കലും നമുക്ക് ആ ഒരു പ്ലാൻ നോക്കിക്കൊണ്ട് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാമറ വെക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് ഹൈറ്റ്, അതേപോലെ തന്നെ അവിടുത്തെ ലൈറ്റിൻ്റെ കണ്ടീഷൻ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എവിടെയാണ് ക്യാമറ വേണ്ടതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലാനിൽ ഒരിക്കലും തൊട്ടടുത്ത് നിൽക്കുന്ന മരമോ ചെടിയോ ഒന്നും കാണിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഏത് ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സ്ഥാപനമാണെങ്കിലും അവർക്കൊന്നും 100% ആ ഒരു ഡയഗ്രാം നോക്കിക്കൊണ്ട് പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ അവരോട് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആ പ്ലാൻ അയച്ചു തരൂ, ക്യാമറയുടെ പോയിന്റ് ഏകദേശം ഞാൻ പറയാം, പിന്നെ ഞാൻ വന്ന ശേഷം നിങ്ങൾക്ക് എക്സാക്റ്റ് പോയിന്റുകൾ എവിടേക്കാണെന്ന് പറഞ്ഞു തരാമെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളൊരു സൈറ്റ് വിസിറ്റിന് ശേഷമാണ് എക്സാക്റ്റ് പോയിന്റുകൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ക്യാമറയുടെ കേബിളിങ് നമ്മൾ ചെയ്യേണ്ടത് ഇലക്ട്രിക്കൽ വയറിങ് ചെയ്യുന്ന കൂടുതലാണ്. ചിലർ വാർക്കയുടെയൊക്കെ മുകളിൽ കൂടെ ഈ വയർ പൈപ്പ് ഇട്ടിട്ട് നമ്മുടെ ഫാനൊക്കെ ഇടുന്ന പോലെ ഇടാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് ഇലക്ട്രിക്കലൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു വയർ വലിക്കേണ്ടത്. പിന്നെ ഇതാണ് നമ്മുടെ CCTV ക്യാമറയുടെ കേബിൾ വരുന്നത്. ഇത് CCTV ക്യാമറയുടെ കേബിളിലാണ് ഞാൻ പറഞ്ഞത്, അതായത് IP ക്യാമറയല്ല, HD ക്യാമറ. അപ്പോൾ ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെക്നോളജിയാണ് വരുന്നത്. അതായത് പഴയ കാലത്ത് നമുക്കുണ്ടായിരുന്ന ടെക്നോളജിയാണ്. നമ്മൾ ഇപ്പോഴും ആ ക്യാമറകൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് IP ക്യാമറകൾ എന്ന് പറഞ്ഞു വരുന്ന മറ്റൊരു കാറ്റഗറി ക്യാമറ കൂടെ ഉണ്ട്. ഇതാണ് ആ ക്യാമറ. അപ്പോൾ ഈ ക്യാമറകൾ എന്ന് പറഞ്ഞാൽ കുറേ കൂടെ അഡ്വാൻസ്ഡ് മോഡൽ ക്യാമറകളാണ്. ഓരോ ക്യാമറകളും ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന് കുറച്ച് വിലയും കൂടെ കൂടുതലാണ്. ആവറേജ് കോസ്റ്റ് പറയുവാണെങ്കിൽ ഈ ഒരു ക്യാമറയ്ക്ക് ഏകദേശം ഒരു 5000 അടുത്ത് കോസ്റ്റ് ഉണ്ട്. അതേസമയം നമ്മുടെ HD ക്യാമറയാണ് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപ, ആ ഒരു റേഞ്ചൊക്കെയാണ് ഏകദേശം ചിലവ് വരുന്നത് കേട്ടോ. 1000 രൂപയിലൊക്കെ തുടങ്ങുന്നുണ്ട്. അതൊക്കെ വളരെ ലോ എൻഡിൽ വരുന്നതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ HD ക്യാമറയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു 2000 രൂപ ആ ഒരു റേഞ്ചിലേക്ക് പോകുന്ന ഫുൾ HD ക്യാമറകൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മൾ ഏത് കേബിൾ ഇടും എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ IP ക്യാമറയാണ് വെക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ Cat 6 നെറ്റ്വർക്ക് കേബിൾ ഇതേപോലെയുള്ളത് യൂസ് ചെയ്യുക. അതേസമയം നമ്മൾ HD ക്യാമറയാണ് വെക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോയാക്സിൽ കേബിൾ ഇതേപോലെയുള്ള കോയാക്സിൽ കേബിളുകൾ യൂസ് ചെയ്യാം. അപ്പോൾ കോയാക്സിൽ കേബിൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അനലോഗ് ക്യാമറകൾ മാത്രമാണ് വെക്കാൻ കഴിയുള്ളൂ. അതേസമയം Cat 6 നെറ്റ്വർക്ക് കേബിളാണ് നിങ്ങൾ വീട്ടിൽ ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അനലോഗ് ക്യാമറകളും വെക്കാൻ കഴിയും, അതുപോലെ തന്നെ IP ക്യാമറകളും വെക്കാൻ കഴിയും. പക്ഷേ അനലോഗ് ക്യാമറകൾ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഉപകരണം മേടിക്കണം. അതിന് ഏകദേശം ഒരു 120 രൂപ 150 രൂപ റേഞ്ചൊക്കെ വരുന്ന വീഡിയോ ബലൂൺ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ Cat 6 കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സാധാരണ HD ക്യാമറകൾ നമ്മൾ ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ HD ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള കോയാക്സിൽ കേബിളാണ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇനി IP ക്യാമറ വെക്കാൻ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻറ്റയർ കേബിൾ നമ്മൾ മാറ്റേണ്ടി വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ പുതുതായിട്ട് വീടൊക്കെ വെക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം Cat 6 നെറ്റ്വർക്ക് കേബിളാണ് വലിക്കുന്നത്. പിന്നെ ഈ കേബിൾ നമ്മൾ ഇനി എങ്ങനെ വലിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു 20 mm പൈപ്പ്, ഇലക്ട്രിക്കൽ പൈപ്പ് 20 mm ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് 3 വയർ സിമ്പിളായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ കഴിയുന്നതാണ്.
ഓക്കെ, അതിപ്പോൾ ക്യാറ്റ് 6 ആണെങ്കിലും കോയാക്സിലാണെങ്കിലും 3 വയറാണ് നമുക്ക് സിമ്പിളായിട്ട് വലിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് 4 വയർ വരെ വലിച്ചെടുക്കാൻ പറ്റും. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില ആൾക്കാർ വീട്ടിൽ പൈപ്പൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അതായത് പല ആൾക്കാരും പറയുന്നുണ്ട് പൈപ്പ് ഞങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇനി കേബിൾ വലിച്ചാൽ മതിയെന്ന്. നമ്മുടെ സാധാരണ ഒരു ഇലക്ട്രിക്കൽ വയർ പോലെ അത്ര എളുപ്പം വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കേബിളല്ല നമ്മുടെ കോയാക്സൽ കേബിളും, അതുപോലെ തന്നെ ഈ പറയുന്ന ക്യാറ്റ് 6 നെറ്റ്വർക്ക് കേബിളും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല വീടുകളിലും ഞങ്ങൾ ഇതുപോലെ പൈപ്പ് ഇട്ട് വെച്ചിട്ട് പിന്നീട് വലിക്കാൻ പറ്റാതെ പുറത്തുകൂടെ പൈപ്പ് അടിച്ച് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പാസ്റ്റിങ് ചെയ്യണേക്ക് മുന്നേ തന്നെ എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ കേബിളും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് സെറ്റപ്പ് ചെയ്യണമായിരിക്കും. അല്ലെങ്കിൽ ആരാണോ പൈപ്പ് ഇട്ടത് അവരെ കൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ വയർ വലിക്കുന്ന കൂടെ തന്നെ എന്ത് ചെയ്യാം, ഈ ക്യാമറയുടെ വയറും കൂടെ വലിക്കുക. ഒരു കാരണവശാലും ക്യാമറയുടെ വയറും ഇലക്ട്രിക്കൽ വയറും ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പാടില്ല. ഇനി അഥവാ അടുത്തോടെ തന്നെ പോകുന്നുണ്ടെങ്കിൽ തന്നെ 4 ഇഞ്ചെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ക്യാമറ ഇലക്ട്രിക്കൽ വയറിങ്ങുമായിട്ട് 4 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ക്യാമറയുടെ വയർ വലിക്കുമ്പോൾ ഒരിക്കലും ഹൈ പവറുള്ള മോട്ടർ, ജനറേറ്റർ അങ്ങനെയുള്ളതിൻ്റെ അടുത്തോടെ ഒന്നും ക്യാമറയുടെ വയർ നിങ്ങൾ വലിക്കാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ നമ്മുടെ NVR നമ്മൾ എവിടെ കൊണ്ട് വയ്ക്കും എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ക്യാമറ ചെയ്യുന്ന ആൾക്കാരെല്ലാം പുതിയ വീടുകളൊക്കെ ചെയ്യുമ്പോൾ അവരൊരു TV ഒന്നും അഡീഷണൽ ആയിട്ട് ഈ ഒരു ക്യാമറയ്ക്ക് വാങ്ങിച്ചു വെക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. TV അല്ലെങ്കിൽ മോണിറ്റർ പ്രത്യേകം ഈ ഒരു ക്യാമറയ്ക്ക് വേണ്ടി വെക്കാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, TV നമ്മുടെ മെയിൻ ലിവിങ് റൂമിലുള്ള TVയുടെ അടുത്തേക്ക് ഒരിക്കലും ഈ വയർ വലിച്ചിടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു മോണിറ്റർ വെച്ചിട്ട് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റെക്കോർഡിംഗ് യൂണിറ്റുകളെല്ലാം സെറ്റപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. പൊതുവെ അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ അതിനൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മറ്റുള്ള പുറത്തുനിന്ന് വരുന്ന വിസിറ്റേഴ്സോ ആൾക്കാരൊന്നും നമ്മൾ വെച്ചിരിക്കുന്ന ഈ ക്യാമറയോ അതിൻ്റെ ആംഗിളോ വ്യൂ ഒന്നും കാണുന്നതല്ല. നമ്മൾക്ക് മാത്രം കാണാവുന്ന രീതിയിൽ അത് സെറ്റപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവരും കാണുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വരുന്ന പോണ ആൾക്കാരൊക്കെ എല്ലാം ഈ ക്യാമറയൊക്കെ എവിടെ ഉണ്ടെന്നും അതിൻ്റെ വ്യൂ ഒക്കെ എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെച്ചിരിക്കുന്ന ക്യാമറയും അതിൻ്റെ വ്യൂവും വീടുകളിലോ ഓഫീസുകളിലൊക്കെ നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാവുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതായത് ഞാൻ ആ ഒരു വ്യൂ മറ്റുള്ള ആളുകൾക്ക്, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, ഈവൻ റിലേറ്റീവ്സിന് പോലും അതിൻ്റെ വ്യൂസ് കാണിച്ചു കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നമ്മുടെ DVRും NVRും വെച്ചിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സെറ്റപ്പിനെ പറ്റി പറയുവാണെങ്കിൽ, DVR എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഓൾഡ് ടെക്നോളജിയാണ്. DVRൽ ഓരോ ക്യാമറകളും ഇൻഡിവിജ്വൽ വൈസ് നമ്മുടെ റെക്കോർഡിംഗ് യൂണിറ്റ് ആയിട്ടുള്ള DVRലേക്ക് തന്നെ നമ്മൾ കണക്ട് ചെയ്യണം. അതായത് പഴയ ടെക്നോളജി അങ്ങനെയായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ വീട്ടിൽ നമ്മുടെ ലിവിങ് റൂമിലാണ് നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റ് വെക്കാൻ വേണ്ടി പോകുന്നെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് ഈ വയർ മുഴുവൻ എത്തും അല്ലേ. അപ്പോൾ അങ്ങനെ ഈ വയർ എല്ലാം കൂടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ ആകെ അലങ്കോലമായി പോകും. ഇനി ചില ആൾക്കാർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ TVയുടെ അടുത്തായിട്ടുള്ള ഒരു കബോർഡിൻ്റെ ഉള്ളിലേക്ക് ഇതെല്ലാം കൂടെ കയറ്റി വയ്ക്കും. അപ്പോൾ ഈ വയറും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി പോകുമല്ലോ എന്നുള്ളതാണ് പലരും പറയുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കുക, 70 ഡിഗ്രിയാണ് ഏതൊരു NVR ആണെങ്കിലും DVR ആണെങ്കിലും അതിൻ്റെയൊക്കെ വർക്കിംഗ് ടെമ്പറേച്ചർ. അതിന് മുകളിലേക്ക് ആ ടെമ്പറേച്ചർ ഉയർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോണിക് കമ്പോണൻസ് ഡാമേജ് ആവും. അതുപോലെ തന്നെ അത് മാൽ ഫങ്ഷൻ ചെയ്യാനും സാധ്യതയുണ്ട്. അതായത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല, അബ്നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല എയർ സർക്കുലേഷൻ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്യേണ്ടത്, നമ്മുടെ റെക്കോർഡിംഗ് യൂണിറ്റ് വെക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ ആക്കിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അതിനൊരു വെന്റിലേഷൻ, ഒരു ഫാൻ കൊടുക്കുന്നതും നല്ലതായിരിക്കും. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, പണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ റാക്ക് എന്ന് പറയുന്നത് വെറും ഒരു ഇരുമ്പ് പെട്ടിയല്ല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോ ഞാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. റാക്ക് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ ഒരു NVR അല്ലെങ്കിൽ DVR നമ്മൾ തീർച്ചയായിട്ടും സെറ്റപ്പ് ചെയ്ത് വെക്കേണ്ട ഒരു ഉപകരണമാണ്. റാക്ക് എടുക്കാതെ ഒരു കാരണവശാലും അതിനൊരു 2000 രൂപ ഉണ്ടല്ലോ അല്ലെങ്കിൽ 1500 രൂപ അതിന് വിലയുണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് കോസ്റ്റ് ഒരു വലിയൊരു ഫാക്ടറായിട്ട് നിങ്ങളത് കളയരുത്, അത് എടുക്കാതിരിക്കരുത്. എന്തായാലും ഒരു റാക്കിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന NVR, POE അല്ലെങ്കിൽ നമ്മുടെ DVR ഒക്കെ സെറ്റപ്പ് ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് NVR ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് DVRൽ കിട്ടാത്ത ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഓരോ ക്യാമറകളും DVRലേക്ക് നമ്മൾ നേരിട്ട് കുത്തണമായിരുന്നു അല്ലേ. പക്ഷേ NVR ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് POE എന്ന് പറയുന്ന വേറൊരു നെറ്റ്വർക്ക് സ്വിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു POE സ്വിച്ചിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്യാമറകളെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് POEയിൽ നിന്നൊരു സിംഗിൾ കേബിൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ NVRലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഈ പറയുന്ന ക്യാമറകളുടെ എല്ലാ വയറും നമ്മൾ ലിവിങ് റൂമിലാണ് അല്ലെങ്കിൽ നമ്മുടെ TV യൂണിറ്റിൻ്റെ അടുത്തേക്കാണ് നമ്മൾ TV ഡിസ്പ്ലേ യൂണിറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് എല്ലാ ക്യാമറയുടെയും കേബിൾ നമ്മൾ വലിച്ചു കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, POE എന്ന് പറയുന്ന ആ ഒരു നെറ്റ്വർക്ക് സ്വിച്ച് നമുക്ക് മറ്റേതെങ്കിലും ഒരു റൂമിൽ കൊണ്ടുവച്ചിട്ട് അവിടെ എന്ത് ചെയ്യാം, ഈ
ഈ ക്യാമറകളെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു സിംഗിൾ കേബിൾ ആ ഒരു നെറ്റ്വർക്ക് റാക്കിൽ നിന്ന് നമുക്ക് വലിച്ച് എന്ത് ചെയ്യാം, നമ്മുടെ TV യൂണിറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നമുക്ക് NVR വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാം. അതായത് NVR നമുക്ക് ഈ ക്യാമറകളിൽ എല്ലാത്തിൻ്റെയും കേബിൾ വരുന്ന അതേ സ്ഥലത്ത് തന്നെ വെക്കണം എന്നൊരു നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കാം. അപ്പോൾ ഒരു നെറ്റ്വർക്ക് കേബിൾ നിങ്ങൾ നേരത്തെ തന്നെ വലിച്ചിടണം എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ഈ മെയിൻ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള TVയിലേക്ക് തന്നെയാണ് ഈ പറയുന്ന NVR അല്ലെങ്കിൽ DVRൻ്റെ ഒക്കെ ഔട്ട്പുട്ട് കൊടുത്തുകൊണ്ട് ക്യാമറകളൊക്കെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെ അല്ലാതെയും ഒരു സെപ്പറേറ്റ് നമുക്കൊരു മോണിറ്ററോ അല്ലെങ്കിൽ ഒരു TV വെച്ചുകൊണ്ട് നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും അതേപോലെ സെപ്പറേറ്റ് ഒരു മോണിറ്ററോ TV ഒക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു സിംഗിൾ ഡിസ്പ്ലേ മാത്രമല്ല, നമുക്ക് ഒന്നിൽ കൂടുതൽ ഡിസ്പ്ലേയും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ NVRനെ അല്ലെങ്കിൽ DVRനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതായത് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഒരു ഡിസ്പ്ലേ കൊണ്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. മെയിൻ റെക്കോർഡിങ് വേറെ സ്ഥലത്താണ് നടക്കണമെങ്കിൽ നമ്മളൊരു HDMI കേബിൾ നമുക്ക് നമ്മുടെ മെയിൻ റൂമിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ചെറിയ മോണിറ്ററോ എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാമറകളൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം, നമ്മൾ ഇൻ്റർനെറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾക്കൊരു മോഡം എന്ന് പറയുന്ന ഒരു ഉപകരണം നമ്മുടെ സർവീസ് പ്രൊവൈഡർ തരും. ആ മോഡം പല ആൾക്കാരും ഈ പറയുന്ന NVRൽ അടുത്ത് വെക്കാറ് ചിലപ്പോൾ പല റൂമുകളിൽ വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ എവിടെ വെച്ചാലും കുഴപ്പമില്ല, നമ്മുടെ NVRൻ്റെ അല്ലെങ്കിൽ നമ്മുടെ POയുടെ സൈഡിലേക്ക്, ഇനി DVR ആണ് വെക്കുന്നെങ്കിൽ DVRൻ്റെ സൈഡിലേക്ക് ഒരു Cat 6 നെറ്റ്വർക്ക് കേബിൾ തീർച്ചയായിട്ടും വലിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് മൊബൈൽ വ്യൂ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പുതിയ വീട് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറയെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു CCTV ടെക്നീഷ്യൻ കൊണ്ടുവന്നിട്ട് ഈ വീടിൻ്റെ ഇലക്ട്രിക്കൽ വയർ ചെയ്യണ സമയത്ത് നോക്കിയ ശേഷം എവിടെയൊക്കെയാണ് പോയിന്റുകൾ വേണ്ടെന്നുള്ള കാര്യത്തിൽ എക്സാക്റ്റ് ഒരു തീരുമാനം എടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു കൊട്ടേഷൻ റിസീവ് ചെയ്തിട്ട് ഒരു 2-3 കൊട്ടേഷൻസ് റിസീവ് ചെയ്തിട്ട് ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിലേക്ക് പോകാതെ കാര്യങ്ങളെപ്പറ്റി നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണ്ട മാത്രം ഒരു ക്യാമറ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. എല്ലാ ക്യാമറകളും ഒരുപോലെയല്ല, ഡിഫറെൻറ്റ് ക്യാമറകളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ട് ക്യാമറ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും അതുപോലെ തന്നെ നമ്മുടെ ടെക്നീഷ്യന്മാരൊക്കെ ഇങ്ങനെ സൈറ്റ് വിസിറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് അയച്ചാൽ മതി. സൈറ്റ് വിസിറ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ, അതായത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.